പാനൽ വാങ്ങുന്നതിനെക്കാട്ടിയും പലരെയും കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് KCBയിലെ പേപ്പർ വർക്കുകളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതാണ്. എങ്ങനെ അപേക്ഷിക്കണം, എത്ര ദിവസം എടുക്കും, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമുക്കൊരു സോളാർ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് KCBയിൽ നിന്ന് പെർമിഷൻ വേണം. പ്രധാനമായിട്ടും ഇപ്പൊ എല്ലാവരും നോക്കുന്നത് ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ആണ്. ഇപ്പൊ നിങ്ങളുടെ ട്രാൻസ്ഫോമർ കപ്പാസിറ്റി 90% മുകളിലായിട്ടുണ്ട് എങ്കിൽ പലയിടത്തും KCB ഇപ്പോൾ അനുമതി കൊടുക്കുന്നില്ല. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ വീട്ടിലെ കണക്റ്റഡ് ലോഡും നിങ്ങളുടെ പ്ലാന്റിന്റെ കപ്പാസിറ്റിയും കൂടെ കമ്പയർ ചെയ്യുക. കണക്റ്റഡ് ലോഡ് കുറവാണ് എങ്കിൽ നമ്മുടെ കണക്റ്റഡ് ലോഡ് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് KCBയിലെ പേപ്പർ സബ്മിറ്റ് ചെയ്യണം. നിങ്ങൾ എത്ര കപ്പാസിറ്റി ആണോ ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഫീസിബിലിറ്റി നിങ്ങൾ എടുക്കണം. ഇതിനുശേഷം നിങ്ങൾക്ക് പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കും. പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ KCBയിൽ നിന്ന് ഇൻസ്പെക്ഷൻ ഉണ്ടായിരിക്കും. അതിനുശേഷം നിങ്ങൾ പ്ലാന്റ് രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യാനായിട്ട് 1000 രൂപ പ്ലസ് GST ആണ് വരുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് സബ്സിഡിക്കായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ നല്ലൊരു വെൻഡേഴ്സിനെയാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് അവർ നിങ്ങളെ അസിസ്റ്റ് ചെയ്യും.